ഡോക്ടർ ശശി തരൂർ എംപിയുടെ ലേഖനം കോൺഗ്രസിനുള്ളിൽ ആശയക്കുഴപ്പമുണ്ടാക്കിയെന്നാണ് നേതാക്കൾ തന്നെ തുറന്നു സമ്മതിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ തരൂർ അനാവശ്യ വിവാദം ഉണ്ടാക്കിയെന്നാണ് കുറ്റപ്പെടുത്തൽ. എന്നാൽ തരൂരിനുള്ള പിന്തുണ ആവർത്തിക്കുകയാണ് മറുഭാഗത്ത് CPIM. ഡോക്ടർ ശശി തരൂർ എംപിയുടെ ലേഖനമുണ്ടാക്കിയ തലവേദനയിലാണ് കോൺഗ്രസ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ലേഖനം അണികളിൽ അനാവശ്യ ആശയക്കുഴപ്പമുണ്ടാക്കിയെന്നാണ് കോൺഗ്രസിനുള്ളിലെ പൊതുവികാരം. അദ്ദേഹം വികാരം മനസ്സിലാക്കിയിരുന്നെങ്കിൽ അദ്ദേഹം ഇങ്ങനത്തെ ലേഖനം പ്രസിദ്ധീകരിക്കില്ലായിരുന്നു. കാരണം സാധാരണ പ്രവർത്തകരാണ് പഞ്ചായത്ത് ഇലക്ഷനിൽ, അവരാണ് സ്ഥാനാർത്ഥികൾ, നേതാക്കന്മാരല്ല. ഇവിടെയും ദേശീയ നേതൃത്വം പറഞ്ഞിട്ടുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് തരൂരിൻ്റെ ഈ നയം തിരുത്തണമെന്ന് ഹൈക്കമാൻഡ് ഒരു പക്ഷേ നിർദ്ദേശം കൊടുത്തിരിക്കാം. ഏതായാലും അദ്ദേഹം നിലപാട് തിരുത്തി പാർട്ടി ലൈനോടൊപ്പം നിൽക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മുൻപ് വിവാദമുണ്ടായ സമയത്തെല്ലാം ശശി തരൂരിനെ പിന്തുണച്ച നേതാക്കളും ഇപ്പോൾ പരസ്യമായി തരൂരിനെ പിന്തുണയ്ക്കാൻ തയ്യാറാകുന്നില്ല. ശശി തരൂർ തെറ്റിദ്ധരിക്കപ്പെട്ടെന്ന് മാത്യു കുഴൽനാടൻ. കേന്ദ്ര സർക്കാർ ഈസ് ഓഫ് ഡൂയിങ്ങിൽ കേരളം റാങ്കിങ്ങിൽ നമ്പർ 1 ആണെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. അത് ഈ സർക്കാരിന്റെയും ഈ വ്യവസായ മന്ത്രിയുടെയും ഒരു പ്രചരണത്തിന്റെ ഭാഗം മാത്രമാണ്. ആ ഭാഗം തരൂര് ഡ്രോ ചെയ്തത് മിസ്ലീഡിംഗ് ആയിപ്പോയി. വ്യവസായങ്ങളെ വെള്ളപുതച്ചവർക്ക് ശുദ്ധിപത്രം നൽകുന്നത് ആരാച്ചാർക്ക് അഹിംസ അവാർഡ് നൽകുന്നത് പോലെയാണെന്നായിരുന്നു കോൺഗ്രസ് മുഖപത്രമായ വീക്ഷണത്തിലെ വിമർശനം. എന്നാൽ വിവാദത്തിൽ ശശി തരൂരിനുള്ള പിന്തുണ ആവർത്തിക്കുകയാണ് CPIM നേതാക്കൾ. ഞങ്ങൾക്കതിൽ ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ. ശരി പറയുന്നത് എങ്ങനെയായാലും ആരായാലും അത് അംഗീകരിക്കുക. ആ അർത്ഥത്തിൽ ശശി തരൂർ പറഞ്ഞ ശരി ഞങ്ങൾ അംഗീകരിക്കും. ഡോക്ടർ ശശി തരൂരിന്റെ നിലപാടിനെ പിന്തുണച്ചായിരുന്നു CPIMന്റെയും CPIയുടെയും മുഖപത്രങ്ങളായ ദേശാഭിമാനിയിലെയും ജനയുഗത്തിലെയും ലേഖനങ്ങൾ. വിവാദത്തിൽ ശശി തരൂരിനെ പൂർണ്ണമായും പിന്തുണച്ച് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും രംഗത്തെത്തി. 24 തിരുവനന്തപുരം.